എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്സിലൊന്നാണ് സ്റ്റോറേജ് സൊല്യൂഷൻസ്. ഇത് ഒരു 2-bay തണ്ടർബോൾട്ട് RAID സ്റ്റോറേജ് ആണ്. ആദ്യം തന്നെ ഇതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ഇതിലാദ്യം തന്നെ ഉള്ളത് ഇതിൻ്റെ പവർ അഡാപ്റ്ററാണ്. ഒരു വലിയ ബ്രിക്കാണിത്. ഇതൊരു തണ്ടർബോൾട്ട് 3 സ്റ്റോറേജ് സൊല്യൂഷനാണ്. അതുകൊണ്ട് തന്നെ ഇതോടൊപ്പം ഒരു തണ്ടർബോൾട്ട് 3 കേബിൾ വന്നിട്ടുണ്ട്. ഹാർഡ് ഡിസ്കുകൾ കണക്ട് ചെയ്യുന്നതിനുള്ള സ്ക്രൂ ഡ്രൈവേഴ്സും സ്ക്രൂസും എല്ലാം ഇതിൻ്റെ അകത്തുണ്ട്. പിന്നെ ഇൻസ്റ്റാളേഷൻ ഗൈഡ്. ഇനി ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള RAID എൻക്ലോഷറാണ്. ഇത് ടെറാമാസ്റ്റർ എന്നുള്ള കമ്പനിയുടെയാണ്. വളരെ സ്ലീക്ക് അതുപോലെ തന്നെ സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു ഡിസൈനാണ് ഇതിനുള്ളത്. ഇൻ കേസ് നമുക്ക് ട്രാവൽ ചെയ്യുകയോ അല്ലെങ്കിൽ പോർട്ടബിളായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവിയൊക്കെ ചെയ്യണമെങ്കിൽ ഹോൾഡ് ചെയ്യുന്നതിനായിട്ടൊരു ഹാൻഡിൽ ഇതിൻ്റെ മുകളിലുണ്ട്. ഇതൊരു 2-bay സൊല്യൂഷനാണ്. അതുകൊണ്ട് 2 ഹാർഡ് ഡിസ്കുകൾ ഹോൾഡ് ചെയ്യുന്നതിന് ഈ സ്റ്റോറേജ് സൊല്യൂഷന് സാധിക്കും. ഇനി ഇതിൻ്റെ ബാക്ക് സൈഡിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 2 തണ്ടർബോൾട്ട് പോർട്ട്സും ഒരു ഡിസ്പ്ലേ പോർട്ടുമാണ് ഇതിൻ്റെ ബാക്ക് സൈഡിലുള്ളത്. ഇതൊരു RAID സ്റ്റോറേജ് ആണ്. അപ്പോൾ RAID സെറ്റ് ചെയ്യുന്നതിനുള്ള ഓപ്ഷൻസും ഇതിൻ്റെ ബാക്ക് സൈഡിലുണ്ട്. ഇത് കൂളിങ്ങിനായിട്ടുള്ള ഇതിൻ്റെ ഫാനും ഉണ്ട്. ഇതിൽ ഹാർഡ് ഡിസ്ക് അറ്റാച്ച് ചെയ്യുന്നത് വളരെ ഈസിയാണ്. ഹാർഡ് ഡിസ്ക് വയ്ക്കുക, സ്ക്രൂ ചെയ്യുക, തിരിച്ച് ഇതിൽ ഫിക്സ് ചെയ്യുക. ഇതിൻ്റെ ഈ ബാക്ക് സൈഡിലുള്ള പോർട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ 2 തണ്ടർബോൾട്ട് പോർട്ട്സ് ഉണ്ട്. അതായത് ഇത് ആക്ച്വലി ഒരു ഹബ്ബ് കൂടിയായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. ഒരു തണ്ടർബോൾട്ട് പോർട്ട് ഇതിൽ കണക്ട് ചെയ്യുകയാണെങ്കിൽ ഇതിലെ സെക്കൻഡ് തണ്ടർബോൾട്ട് പോർട്ട് എടുത്തിട്ട് എക്സ്റ്റൻഷനായിട്ട് വേറെ ഏതെങ്കിലും ഗാഡ്ജറ്റ് കണക്ട് ചെയ്യുന്നതിന് വേണ്ടി യൂസ് ചെയ്യാം. അതേപോലെ തന്നെ ഇതിനകത്തൊരു ഡിസ്പ്ലേ പോർട്ടിനുള്ള ഓപ്ഷനുണ്ട്. അതായത് മോണിറ്റേഴ്സോ സെക്കൻഡറി അല്ലെങ്കിൽ പ്രൈമറി മോണിറ്റേഴ്സൊക്കെ കണക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ ഡിസ്പ്ലേ പോർട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇതിൽ ഉപയോഗിക്കാൻ പോകുന്നത് അയൺ വോൾഫ് പ്രോ, അതായത് ഒരു പ്രൊഫഷണൽ സീരീസിലുള്ള ഹാർഡ് ഡിസ്ക്കാണ്. ഈ ഹാർഡ് ഡിസ്ക് മാത്രമല്ല ഇതിനകത്ത് ഉപയോഗിക്കാൻ പറ്റുന്നത്. നമ്മൾ സാധാരണയായിട്ട് യൂസ് ചെയ്യുന്ന WD-യുടെ അല്ലെങ്കിൽ സീഗേറ്റിൻ്റെ ഒക്കെ ഹാർഡ് ഡിസ്കുകളുണ്ട്. ഈ ഹാർഡ് ഡിസ്കുകൾ വേണമെങ്കിലും ഇതിൻ്റെ കവർ റിമൂവ് ചെയ്തതിന് ശേഷം മൾട്ടി ഹാർഡ് ഡിസ്കുകൾ ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യാൻ പറ്റും. നോർമലി ഇത്തരം ഹാർഡ് ഡിസ്കുകൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ മാക്സിമം ഒരു സ്പീഡ് എന്ന് പറയുന്നത് ഒരു 120 to 140, സംടൈംസ് ഒരു 160 വരെ കിട്ടിയേക്കാം. പക്ഷേ നിലവിലുള്ള 4K വർക്ക് ഫ്ലോയിൽ ഇത് വളരെ ചെറിയ സ്പീഡാണ്. 2 ഹാർഡ് ഡിസ്കുകൾ, ഒന്നിൽ കൂടുതൽ ഹാർഡ് ഡിസ്കുകൾ ഇതിൽ അറ്റാച്ച് ചെയ്തിട്ട് RAID 0 സെറ്റ് ചെയ്യുകയാണെങ്കിൽ, RAID 0 എന്ന് വെച്ചാൽ കമ്പൈൻഡ് ആയിട്ടുള്ള RAID ആണ്. അങ്ങനെ RAID 0 സെറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ 2 ഹാർഡ് ഡിസ്കിൻ്റെയും കൂടി ടോട്ടൽ സ്പീഡ് നമുക്ക് കിട്ടും. അതിന് ഏകദേശം ഒരു 140 ഒരു ആവറേജ് സ്പീഡ് നമ്മൾ കണക്കാക്കുകയാണെങ്കിൽ 140 + 140 280 സ്പീഡ് കിട്ടും. ഞാനിവിടെ ഉപയോഗിക്കുന്നത് സീഗേറ്റിൻ്റെ അയൺ വോൾഫ് പ്രോ എന്ന് പറഞ്ഞ ഹാർഡ് ഡിസ്ക്കാണ്. ഈ ഹാർഡ് ഡിസ്ക് ആണെങ്കിൽ ഒരു സിംഗിൾ ഹാർഡ് ഡിസ്കിന് അപ്രോക്സിമേറ്റ്ലി ഒരു 220 ഒക്കെ സ്പീഡുണ്ട്. സോ വിച്ച് മീൻസ് കമ്പൈൻഡ് ആയിട്ട് ഇത് ചെയ്യുമ്പം ഏകദേശം ഒരു 440 to 460 ഒക്കെ സ്പീഡ് കിട്ടും, വിച്ച് ഈസ് മോർ ദാൻ സഫിഷ്യൻറ്റ് ഫോർ 4K വർക്ക് ഫ്ലോ. ഇതും അല്ല, നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന ചെറിയ ഹാർഡ് ഡിസ്കുകളുണ്ട്, പോർട്ടബിൾ ഹാർഡ് ഡിസ്കുകളുണ്ട്. ഇത്തരം ചെറിയ പോർട്ടബിൾ ഹാർഡ് ഡിസ്കുകളുണ്ട്. ഇത്തരം പോർട്ടബിൾ ഹാർഡ് ഡിസ്കുകൾ വേണമെങ്കിലും RAID സ്റ്റോറേജ് സൊല്യൂഷനിൽ ഉപയോഗിക്കാൻ പറ്റും. ഈ ഹാർഡ് ഡിസ്കുകൾക്കൊക്കെ 90 to 110 ആണ് ഇതിൻ്റെ മാക്സിമം സ്പീഡ് വരുന്നത് സിംഗിൾ ഹാർഡ് ഡിസ്കിൽ. ഇതും കമ്പൈൻ ചെയ്യുമ്പം നമുക്കിതിൻ്റെ ഇരട്ടി സ്പീഡ് കിട്ടും. 2-bayയിലാണെങ്കിലാണ് ഇത് കിട്ടുന്നത്. ഇത് നമ്മൾ 4-bayയിലേക്ക് പോവുകയാണെങ്കിൽ 4 times സ്പീഡ് കിട്ടും. 8-bayയിലേക്ക് പോവുകയാണെങ്കിൽ 8 times സ്പീഡ് കിട്ടും. അപ്പോൾ അതാണ് ഇതിൻ്റെ ഇത്തരം RAID എൻക്ലോഷറുകളുടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഇതിലെങ്ങനെയാണ് ഹാർഡ് ഡിസ്ക് ഇൻസ്റ്റാൾ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ 2 ഹാർഡ് ഡിസ്ക് ബേസ് ആണുള്ളത്. അത് റിമൂവ് ചെയ്യുക. ഇതിൻ്റെ 2 സൈഡിലും പ്രൊട്ടക്ഷനായിട്ടൊരു ചെറിയ പ്ലാസ്റ്റിക് സ്ലൈഡിങ് കൊടുത്തിട്ടുണ്ട്. ഇതൊരു 3.5 inch ഹാർഡ് ഡിസ്ക് എൻക്ലോഷറാണ്, അല്ലെങ്കിൽ ഹാർഡ് ഡിസ്ക് ബേ ആണ് ഇതിനകത്തുള്ളത്. ഇൻ കേസ് നമ്മൾ ഉപയോഗിക്കുന്നത് 2.5 inch അല്ലെങ്കിൽ ചെറിയ ഹാർഡ് ഡിസ്ക് ആണെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഇത്തരം 2.5 inch to 3.5 inch എൻക്ലോഷറുകൾ അവൈലബിൾ ആണ്. അതുപയോഗിച്ചാലും ഇതിൽ അറ്റാച്ച് ചെയ്യാൻ സാധിക്കും. എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ സാറ്റപ്പ് പോർട്ടിനനുസരിച്ചാണ് ആക്ച്വലി ഇത് നമ്മൾ കണക്ട് ചെയ്യേണ്ടത്. ഇനി നമുക്ക് ഇതിൻ്റെ സെക്കൻഡ് ഹാർഡ് ഡിസ്ക് കൂടി ഇതേപോലെ തന്നെ പ്ലേസ് ചെയ്യാം. ആ ലോക്ക് സൗണ്ടാണ് ആക്ച്വലി ഇത് കൃത്യമായിട്ട് പ്ലേസ്ഡ് ആണെന്ന് അഷ്വർ ചെയ്യുന്നത്.
ഇപ്പോൾ ഈ എൻക്ലോഷറിൽ 2 ഹാർഡ് ഡിസ്കുകൾ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് RAID 0 സ്റ്റോറേജ് എക്സ്പാൻഷന് വേണ്ടിയിട്ടാണെങ്കിൽ അല്ലെങ്കിൽ സ്പീഡിന് വേണ്ടിയിട്ടാണെങ്കിൽ RAID 0 ചൂസ് ചെയ്യാം. അതല്ല നമ്മൾക്ക് ഇതിനകത്ത് ഡേറ്റ സെക്യൂരിറ്റിയാണ് വേണ്ടതെങ്കിൽ RAID 1 ചൂസ് ചെയ്യാം. RAID 1 എന്ന് പറഞ്ഞാൽ 2 ഹാർഡ് ഡിസ്കുകളാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ഒരു ഹാർഡ് ഡിസ്കിലേക്ക് പോകുന്ന അതേ ഡേറ്റ സെക്കൻഡ് ഹാർഡ് ഡിസ്കിലേക്കും വരും. അപ്പോൾ ഡേറ്റ കംപ്ലീറ്റ്ലി സേഫ് ആയിരിക്കും. ഏറ്റവും കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള RAID സൊല്യൂഷൻസ് ആണ് RAID 0യും RAID 1. അതേപോലെ തന്നെ ഈ എൻക്ലോഷർ യൂസ് ചെയ്യുമ്പം ഇത് ഇൻഡിപെൻഡൻറ്റ് ഹാർഡ് ഡിസ്കുകളായിട്ട് 2 സെപ്പറേറ്റ് ഇൻഡിപെൻഡൻറ്റ് ഹാർഡ് ഡിസ്കുകളായിട്ട് യൂസ് ചെയ്യുന്നതിനുള്ള ഓപ്ഷനും ഇതിൽ അവൈലബിൾ ആണ്. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന 2 ഹാർഡ് ഡിസ്കുകളും പ്രോപ്പറായിട്ട് വർക്കിംഗ് ആണോ എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതിനുള്ള ഒരു LED ഇതിൻ്റെ ഫ്രണ്ടിലുണ്ട്. അതേപോലെ തന്നെ പവർ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന LED ഉണ്ട്. ഇനി നോർമലി RAID സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം RAID ഏതാണ് എന്ന് കോൺഫിഗർ ചെയ്യുന്ന ബട്ടൺ ആക്ടിവേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. RAID 0 ആണോ RAID 1 ആണോ അല്ല ഇൻഡിപെൻഡൻറ്റ് ഹാർഡ് ഡിസ്ക് ആണോ എന്നുള്ളത് ഇവിടെ ചൂസ് ചെയ്യാം. ഇതിൻ്റെ ഉള്ളിൽ നിലവിൽ ഉപയോഗിച്ചിരിക്കുന്നത് 2 4 TB സ്റ്റോറേജുകളാണ്. അപ്പോൾ RAID 0 ആയിട്ട് കോൺഫിഗർ ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടലി 8 GB ഒരു സിംഗിൾ ഹാർഡ് ഡിസ്ക് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. അതുമാത്രമല്ല ആ ഹാർഡ് ഡിസ്കിൻ്റെ സ്പീഡും ഡബിൾ ആയിരിക്കും. ഇത് ഏത് മൊമെൻറ്റിൽ വേണമെങ്കിലും തിരിച്ചു മാറ്റാവുന്നതാണ്. ഫോർ എക്സാമ്പിൾ നമ്മൾ RAID 0 സെറ്റ് ചെയ്തു, പിന്നീട് RAID 1 ആക്കണം. അങ്ങനെയാണെങ്കിൽ RAID 1 ആക്കാൻ സാധിക്കും. പക്ഷേ അതിനു മുമ്പ് നമ്മൾ ഡേറ്റ ബാക്കപ്പ് ചെയ്യണം. അതായത് ഇതിൻ്റെ ഉള്ളിലുള്ള എക്സിസ്റ്റിംഗ് ഡേറ്റ ബാക്കപ്പ് ചെയ്തതിന് ശേഷമായിരിക്കണം അങ്ങനെ RAID റീകോൺഫിഗർ ചെയ്യേണ്ടത്. ഹാർഡ് ഡിസ്ക് എല്ലാം ഇതിനകത്ത് പ്രോപ്പറായിട്ട് ഇൻസ്റ്റാൾ ചെയ്തു. ആദ്യം തന്നെ ഇതിൻ്റെ പവർ കണക്ഷൻ എനേബിൾ ചെയ്യുക. അതിനുശേഷം ഇതിൻ്റെ കൂടെ വന്നിട്ടുള്ള Thunderbolt 3 കേബിൾ കണക്ട് ചെയ്യുക. ഇത് Thunderbolt 3 കമ്പ്യൂട്ടറുകളിൽ മാത്രമല്ല ഉപയോഗിക്കാൻ പറ്റുന്നത്. Thunderbolt 3 ആണെങ്കിലും Thunderbolt 4 ആണെങ്കിലും Thunderbolt 5 ആണെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. അതുമാത്രമല്ല ഇനി Thunderbolt 2 ആണെങ്കിൽ Thunderbolt 3 to Thunderbolt 2 അഡാപ്റ്റേഴ്സ് ഉണ്ട്. അതുപയോഗിച്ച് യൂസ് ചെയ്യാൻ സാധിക്കും. ഇതിൻ്റെ പവർ ബട്ടൺ ഓൺ ചെയ്യുക. ഇതിൻ്റെ കണക്ഷൻസ് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ RAID ഓപ്ഷൻസ് സ്പെസിഫൈ ചെയ്യാൻ പറ്റും. RAID എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സിസ്റ്റത്തിൽ അതിൻ്റെ ഓപ്ഷൻസ് എനേബിൾ ആവും. ഇപ്പോൾ ഇതിൽ വന്നിരിക്കുന്നത് ഇനിഷ്യലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. TerraMaster മീഡിയ എന്നുള്ള പേരിലാണ് അത് വന്നിരിക്കുന്നത്. അതൊരു സിംഗിൾ 8 TB സ്റ്റോറേജ് യൂണിറ്റ് ആയിട്ടാണ് കാണിച്ചിരിക്കുന്നത്. ഫസ്റ്റ് ഇത് എനേബിൾ ആകുമ്പോൾ ഒരു പ്രാവശ്യം ഫോർമാറ്റ് ചെയ്യുന്നത് നല്ലതാണ്. മാക്കിൽ മാത്രം ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ളത് കൊണ്ട് ഞാനിത് Mac OS എക്സ്റ്റൻഡഡിലാണ് എനേബിൾ ചെയ്യുന്നത്. NTFS exFAT ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. RAID എനേബിൾഡ് ആണ്. ഒരു സിംഗിൾ 8 TB യൂണിറ്റ് ആയിട്ട് ഇത് കാണിക്കുന്നുണ്ട്. ഇനി ആദ്യം തന്നെ ചെയ്യുന്നത് ഇത് RAID ആയിട്ട് എനേബിൾ ചെയ്യുന്നതിൻ്റെ മെയിൻ റീസൺ ഇതിൻ്റെ സ്പീഡും അതേപോലെ ഇതിൻ്റെ കപ്പാസിറ്റി കൂട്ടുന്നതിനും വേണ്ടിയിട്ടാണ്. സോ 8 TB ആയിട്ട് വന്നിട്ടുള്ളത് കൊണ്ട് അതിൻ്റെ കപ്പാസിറ്റി ഓൾറെഡി കൂടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സ്പീഡ് എത്രയുണ്ടെന്ന് ചെക്ക് ചെയ്യാം. ഇതിനായിട്ട് യൂസ് ചെയ്യുന്ന ബ്ലാക്ക്മാജിക്കിൻ്റെ ഡിസ്ക് സ്പീഡ് ടെസ്റ്റ് ആണ്. ഓൾമോസ്റ്റ് 463 ആണ് ഇതിൻ്റെ റൈറ്റ് സ്പീഡ് കാണിക്കുന്നത്. നോർമലി റൈറ്റ് സ്പീഡാണ് ഹാർഡ് ഡിസ്കുകളിൽ കുറവായിട്ട് വരുന്നത്. ഇതിൻ്റെ റീഡ് സ്പീഡ് കാണിച്ചിരിക്കുന്നത് ഓൾമോസ്റ്റ് 480 ആണ്. 4K മാതിരിയുള്ള വർക്ക് ഫ്ലോ നമ്മൾ ചൂസ് ചെയ്യുമ്പം ഈ സ്പീഡ് ഇറ്റ്സ് മോർ ദാൻ സഫിഷ്യൻറ്റ്. വർക്ക് ഫ്ലോ ഫാസ്റ്റർ ആക്കാൻ വേണ്ടിയിട്ട് വളരെ നല്ലൊരു അസറ്റാണ് RAID എൻക്ലോഷേഴ്സ്. അതുമാതിരി തന്നെ നമ്മുടെ കയ്യിൽ ഉപയോഗശൂന്യമായിട്ടുള്ള ഹാർഡ് ഡിസ്കുകൾ അല്ലെങ്കിൽ പഴയ ഹാർഡ് ഡിസ്കുകൾ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഇത്തരം RAID എൻക്ലോഷറുകൾ വെച്ചിട്ട് നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ വർക്ക് ഫ്ലോ ഫാസ്റ്റർ ആക്കുന്നതിന് വേണ്ടിയിട്ട് ഇത്തരം RAID എൻക്ലോഷറുകളുടെ ആവശ്യമുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഇത്തരം RAID എൻക്ലോഷർ സെറ്റപ്പുകളുടെ ആവശ്യമുണ്ടെങ്കിലോ കോൺടാക്ട് ചെയ്യാൻ മതി.